കട്ട് ആൻഡ് ടോക്സിൽ നമ്മൾ പൊതുവേ ചെയ്യുന്നത് ലൈഫ് റിലേറ്റഡ് ആയിട്ട് എങ്ങനെ ഈസി ആയിട്ട് ലൈഫ് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ടൊക്കെ പോകാം ഏത് സിറ്റുവേഷനിലാണെങ്കിലും എന്ന തരത്തിലുള്ള വിഷയങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു പ്ലേലിസ്റ്റ് എന്ന് പറയുന്നത് ബുക്ക് ക്ലബ്ബാണ്. ബുക്ക് ക്ലബ്ബിൽ ദ പവർ ഓഫ് നൗ, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കാണ് ദ പവർ ഓഫ് നൗ, ഇക്കോട്ട് ടോളിയുടെ ഈ പുസ്തകത്തിൽ 10 ചാപ്റ്റേഴ്സാണുള്ളത്. അപ്പോൾ ഇതിൽ ഓരോ ചാപ്റ്റർ വൈസ് ഇങ്ങനെ വായിക്കുമ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻസ് പറഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 2ഉം നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ കാണുന്ന പ്ലേലിസ്റ്റിൽ ബുക്ക് ക്ലബ്ബിൽ പോയി കഴിഞ്ഞാൽ ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 2ഉം കാണാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ചാപ്റ്റർ 3 നോക്കാം, മൂവിങ് ഡീപ്ലി ഇൻ ടു ദ നൗ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു നൗ മൊമെൻറ്റിലേക്ക് വരുന്നതാണ് ഏറ്റവും കോൺഷ്യസ്നെസ് തിരിച്ചറിയാനായിട്ടൊക്കെ ഏറ്റവും നല്ല വഴി. അപ്പോൾ ഒന്ന് പഴയതൊന്ന് റിഫ്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 and 2 നോക്കിയാൽ മതി. ചാപ്റ്റർ 3 എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇത് പറഞ്ഞിരുന്നല്ലോ, ഇതിലൊരു ക്വസ്റ്റ്യൻ ആൻസർ രീതിയിലാണ് ഈ പുസ്തകം മൊത്തത്തിൽ പോകുന്നത്. I feel that there is still a great deal I need to learn about the workings of my mind before I can get anywhere near full consciousness or spiritual enlightenment. അപ്പോൾ നേരത്തെ പറഞ്ഞു നമുക്ക് നമ്മുടെ മനസ്സല്ല നമ്മുടെ ഐഡൻറ്റിറ്റി, മനസ്സുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യരുത്. അതിലും ഡീപ്പായിട്ടുള്ള നമ്മുടെ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒബ്സർവർ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ മനസ്സിനെ പോലും തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു ഒബ്സർവർ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ കോൺഷ്യസ്നെസ്സിലേക്ക് എത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, ഇനിയും എനിക്ക് എൻ്റെ മൈൻഡിനെ കുറിച്ചുള്ള വർക്കിങ്സിനെ പറ്റി കൂടുതലായിട്ട് പഠിച്ചാൽ മാത്രമല്ലേ ഇനി കോൺഷ്യസ്നെസ്സിലേക്ക് എത്താൻ പറ്റുള്ളൂ. എനിക്ക് ഇത്രയും കേട്ടിട്ടൊന്നും മനസ്സിലായില്ല. ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 2 ഒക്കെ വായിച്ചിട്ടും എങ്ങനെ എൻ്റെ മനസ്സിനെ കുറിച്ച് ഇനിയും എനിക്ക് കൂടുതൽ പഠിക്കണ്ടേ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് ഇക്കോട്ട് ടോളിയുടെ ഉത്തരം എന്ന് പറയുന്നത് രസകരമാണ്. അദ്ദേഹം പറയുന്നത് നമുക്ക് മനസ്സിൻ്റെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് മനസ്സിൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു മനസ്സിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്ന ഒരാൾക്ക് ഒരു പക്ഷേ സൈക്കോളജിസ്റ്റ് ആവാമായിരിക്കാം, അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ ആവാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഒരു ഭ്രാന്തുള്ള ഒരാൾക്ക് ഭ്രാന്തിനെക്കുറിച്ച് ഫുള്ള് പഠിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭ്രാന്ത് മാറില്ല. അതുപോലെ മനസ്സിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടേ ഇരുന്നാൽ നമ്മൾ കോൺഷ്യസ്നെസ്സിലേക്ക് എത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആൻസറിൻ്റെ മെയിൻ പോയിൻറ്റ്. അപ്പം നമ്മൾ ഈ ഒരു ഭ്രാന്തിനെ കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ സുബോധത്തിലേക്ക് തിരിച്ച് എത്താൻ സാധിക്കില്ല എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു മനസ്സിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതിരിക്കുകയാണ് ഇതിന് ഏറ്റവും നല്ല വഴി എന്നാണ് ഈ ഒരു പുസ്തകം പറയുന്നത്. ആക്ച്വലി മനസ്സിന് വലിയ ഇഷ്ടമായിരിക്കും നമ്മളിങ്ങനെ മനസ്സ് കൊണ്ട് തന്നെ, കാരണം ഈ ഈഗോ എന്ന് പറയുന്ന അല്ലെങ്കിൽ പെയിൻ ബോഡി എന്ന് പറയുന്ന ഒരു കാര്യം ഇതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈഗോയ്ക്ക് ഏറ്റവും ഇഷ്ടം എന്താ, ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ഭയങ്കര കോംപ്ലക്സ് ആക്കി മാനസികമായിട്ട് ഇല്ലാത്ത പ്രശ്നമൊക്കെ ഉണ്ടാക്കി ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുന്നതാണ് നമ്മുടെ ഈഗോയ്ക്ക് ഏറ്റവും ഇഷ്ടം. ആ ഈഗോ ഇത് തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ അതിനകത്ത് നിന്ന് പുറത്ത് വന്ന് മനസ്സിനെ ഒരു ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്ത് നമ്മൾ ഇപ്പോൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പാസ്റ്റും പ്രസൻറ്റുമായിട്ട് ഒന്നും ലിങ്ക് ചെയ്യാതെ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമെങ്കിലായിരിക്കും ഏറ്റവും നല്ല റിസൾട്ട് ഭാവിയിലാണെങ്കിലും ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് നമ്മളെ മനസ്സ് വെച്ചല്ല. കോൺഷ്യസ് ആവുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മനസ്സിലെ ചിന്തകളെ വെച്ച് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കുക എന്നുള്ളൊരു ബോധം വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നിന്നും നമ്മൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് നമ്മൾ കൂടുതൽ കോൺഷ്യസ്നെസ്സിലേക്ക് അടുക്കും എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരവായിട്ട് പറയുന്നത്. വല്ലാണ്ട് പ്രശ്നമുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ മനസ്സ് ഒട്ടും നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല എന്നൊരു കാര്യം കൂടെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഒക്കെ നമ്മളിപ്പോൾ നെക്സ്റ്റ് മൊമെൻറ്റിൽ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാവുന്ന സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ റിയൽ ലൈഫിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷൻസ്, അതും പോട്ടെ, നമ്മളിപ്പോൾ ഒരു കളിക്കാൻ പോവുകയാണ്, ഫോർ എക്സാമ്പിൾ ക്രിക്കറ്റോ ഫുട്ബോളോ ഒക്കെ കളിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ജയിക്കണം എന്നുള്ളൊരു ചിന്തയുള്ളൂ. ഈ ഒരു സമയത്ത് നമ്മളെ മനസ്സിൽ ഓക്കെ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് അങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നൊന്നും ചിന്തിക്കാൻ മനസ്സ് അവിടെ ഒരു കാര്യം വരുന്നില്ല. ആ സമയത്ത് ഫുൾ ടൈം ഈ പവർ ഓഫ് നൗ എന്ന് പറയുന്ന ആ ഒരു മൊമെൻറ്റിൽ എന്താണോ എല്ലാ കാര്യങ്ങളും മറന്നിട്ടുണ്ടാവും. അവിടെ മൈൻഡിനൊരു നമ്മളതിലൊരു ഡോമിനൻസ് എടുക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ റിയലായിട്ടുള്ള സിറ്റുവേഷൻസ്, ക്രിട്ടിക്കൽ മൊമെൻറ്റിൽ നമ്മുടെ മൈൻഡ് നമ്മളെ കൺട്രോൾ ചെയ്യാത്തത് എങ്ങനെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ആ സമയത്ത് ഫുള്ളി ഫോക്കസ്ഡ് ആയിരിക്കും എന്താണോ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ചിന്തിക്കാനുള്ള ടൈമില്ല, ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടാവും. അവിടെയാണ് ഈ കോൺഷ്യസ്നെസ് ഉണർന്ന് പ്രവർത്തിക്കുന്നത്. ആ ഒരു സിറ്റുവേഷനാണ് നമുക്ക് എപ്പോഴും ലൈഫിൽ ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ ഇതിൽ പറയുന്നത് എൻഡ് ദ ഡില്യൂഷൻ ഓഫ് ടൈം, സമയമായിട്ടുള്ള ഒരു കണക്ഷൻ നമ്മൾ കംപ്ലീറ്റ്ലി വിട്ട് കളയുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും
നമ്മുടെ പാസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറുമായിട്ട് കണക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം തന്നെ നാളേക്ക് വേണ്ടി മാത്രമായിരിക്കും, ഇപ്പോൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ മനസ്സുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മരം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മരം അറിയാൻ പറ്റില്ല. പുസ്തകം പറയുന്നതാണ് നമുക്ക് മരത്തെ അറിയാൻ പറ്റില്ല. നമുക്ക് അറിയാൻ പറ്റുന്നത് എന്താ? നമുക്ക് നേരത്തെ ആരൊക്കെയോ പറഞ്ഞു തന്നിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് വെച്ച് ഇതിന് ഇലയുണ്ടാവും, ഇതിന് ബ്രാഞ്ചസ് ഉണ്ടാവും, ഇതിന് വേരുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമുക്കറിയാൻ പറ്റും. ഒരു മരത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്കറിയാൻ പറ്റും. പക്ഷേ അതെന്താണെന്നുള്ളത് എക്സാക്ട്ലി നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ കൂടെ തന്നെ അറിയാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഏതൊരാളെ പരിചയപ്പെടുമ്പോഴായിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമുക്ക് നേരത്തെ നമ്മുടെ മൈൻഡിൽ എന്താണോ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനപ്പുറം നമുക്ക് നമ്മുടെ മനസ്സിന് കഴിവില്ല. പക്ഷേ റിയലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കോൺഷ്യസ്നെസ്സിന് ഇതിനെക്കാട്ടിലും ഒക്കെ ഒരു നോൺ ജഡ്ജ്മെൻ്റൽ വേയിൽ തിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. ലാസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് നമ്മുടെ സൈക്കോളജിക്കൽ ടൈമിനെ കുറിച്ചാണ്. സൈക്കോളജിക്കൽ ടൈമും ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ബാഡായിട്ട് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസിൽ നിന്നും പാഠം പഠിക്കുന്നത് നല്ലതാണ്. ആ പാഠം എടുത്തുകൊണ്ട് നമുക്കിനി ഭാവിയിലുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം. പക്ഷേ നമുക്ക് നേരത്തെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതേ ഇമോഷൻ കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് അയ്യോ എനിക്ക് അങ്ങനെ സംഭവിച്ചു, ഞാൻ ആ ഇമോഷണലി വളരെ പെയിനിൽ പോകുന്ന ഒരു മനുഷ്യനാണ് എന്നൊക്കെ നമ്മളെ തന്നെ ആ ഒരു രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നത് നിങ്ങൾ ആ ഒരു ടൈമിൽ നിന്നും വിട്ടു മാറിയിട്ടില്ല, ആ സൈക്കോളജിക്കൽ ടൈം തന്നെ ക്യാരി ഫോർവേഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് പറയുന്നത് ആ പഴയതിൽ നിന്നും പാഠങ്ങൾ എടുക്കാം, പക്ഷേ അതേ ഫീലിങ്സ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴല്ല ജീവിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു മെയിൻ പോയിൻ്റ് ഈ ചാപ്റ്റർ 3 അപ്പോൾ ഇനി അടുത്തത് ചാപ്റ്റർ 4 ഉള്ള ഡീറ്റെയിൽസുമായിട്ട് കാണാം.